ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് തരുന്ന ഒരു വലിയ വാഗ്ദാനമുണ്ട്, എളുപ്പത്തിൽ പഠിക്കാമെന്നത്. പക്ഷേ ഈ എളുപ്പം ശരിക്കും നമ്മുടെ തലച്ചോറിന് നല്ലതാണോ? അതോ നമ്മുടെ ചിന്തിക്കാനുള്ള കഴിവിനെ അത് പതുക്കെ ഇല്ലാതാക്കുകയാണോ? AI നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞ സ്ഥിതിക്ക് ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നമ്മളെ പഠിക്കാൻ സഹായിക്കാൻ പറ്റുമോ? ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഉത്തരം അതേ എന്ന് തന്നെയാണ്. പക്ഷേ കാര്യങ്ങൾ അത്ര സിമ്പിളല്ല. സത്യം പറഞ്ഞാൽ AI വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? അത് നമ്മുടെ സിസ്റ്റത്തിലുള്ള കുഴപ്പങ്ങൾ നമുക്ക് കൃത്യമായി കാണിച്ചു തരുന്നു എന്നതാണ്. അതായത് ശരിക്കും പഠിക്കുക എന്നതിനേക്കാൾ എങ്ങനെയെങ്കിലും നല്ല മാർക്ക് വാങ്ങുക എന്നതിലേക്ക് നമ്മുടെ ഫോക്കസ് മാറിയപ്പോൾ ആ ഗ്യാപ്പിലൂടെയാണ് AI നമ്മുടെ ചിന്തയെ ഹൈജാക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ സിസ്റ്റത്തിലെ പിഴവുകൾ AI ഇത്ര സ്മാർട്ടായി മുതലെടുക്കുന്നത്? നമുക്കൊന്ന് അടുത്തു നോക്കാം. കുറേ കാലമായി നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട്, പഠനമെന്ന് പറഞ്ഞാൽ അവസാനം കിട്ടുന്ന ആ A+ ആണ് എല്ലാമെന്ന്. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുക? കുട്ടികൾ സ്വാഭാവികമായും ആ A+ലേക്കുള്ള എളുപ്പവഴികൾ നോക്കും. അവിടെയാണ് AI ഒരു രക്ഷകനെ പോലെ വരുന്നത്. ആ എളുപ്പവഴി അവർക്കു മുന്നിൽ തുറന്നുകൊടുക്കുന്നു. ഇതിലും പേടിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. വലിയ ടെക് കമ്പനികളിലെ അവരെ അവരുടെ ഏറ്റവും പവർഫുള്ളായ AI മോഡലുകൾ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയി കൊടുക്കുകയാണ്. അതും എപ്പോഴാണെന്നോ? ഫൈനൽ എക്സാമിൻ്റെ സമയത്ത്. കുട്ടികൾ ഏറ്റവും ടെൻഷൻ അടിച്ചിരിക്കുന്ന ആ സമയത്ത് ഒരു കൺട്രോളുമില്ലാതെ ഇത്തരം ടൂളുകൾ കയ്യിൽ കിട്ടുമ്പോൾ അവരതിനെ ആശ്രയിച്ചു പോകുന്നതിൽ അതിശയിക്കാനുണ്ടോ? അപ്പോൾ ഇങ്ങനെ റെഡിമെയ്ഡായി ഉത്തരങ്ങൾ കിട്ടുന്നതിൻ്റെ യഥാർത്ഥ അപകടം എന്താണ്? എങ്ങനെയാണ് ഈ ടൂളുകൾ നമ്മളെ അതിനടിമകളാക്കുന്നത്? നമുക്ക് നോക്കാം. ഞാൻ പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു കുട്ടിയുടെ കാര്യം പറയാം. അവൾ പുതിയൊരു ബിസിനസ് തുടങ്ങി. എന്നിട്ട് അതിന് മാസം $50 ഫീസ് വെച്ചു. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, എന്താ കറക്റ്റ് $50? എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? മാർക്കറ്റൊക്കെ സ്റ്റഡി ചെയ്തിട്ടാണോ ഈ വിലയിട്ടത്? അവൾ ഒരു സെക്കൻഡ് പോലും ആലോചിച്ചില്ല. ഉത്തരം വന്നു, അത് ChatGPT പറഞ്ഞതാ. കണ്ടോ, സ്വന്തമായി ചിന്തിക്കുന്നതിന് പകരം ഒരു മെഷീൻ കൊടുത്ത ഉത്തരം അവൾ അപ്പോഴേ വിശ്വസിച്ചു. ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ കുട്ടി ചെയ്തതിനെയാണ് സൈക്കോളജിസ്റ്റുകൾ കോഗ്നിറ്റീവ് ഓഫ്ലോഡിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചിന്തിക്കേണ്ട ജോലി, നമ്മുടെ തലച്ചോറിന്റെ ഭാരം നമ്മളൊരു മെഷീനിലേക്ക് അങ്ങ് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഉപയോഗിക്കാത്തൊരു മസിൽ പതിയെ ദുർബലമാവുന്നത് പോലെയാണ്. നമ്മൾ ചിന്തിക്കുന്നത് നിർത്തിയാൽ നമ്മുടെ ചിന്തിക്കാനുള്ള കഴിവ് തന്നെ ഇല്ലാതാവും. ഈ ടെക് ലോകത്ത് ഡാർക്ക് പാറ്റേൺ എന്നൊരു വാക്കുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമ്മളെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ഡിസൈൻ ചെയ്യുന്ന ചില തന്ത്രങ്ങളാണിത്. നിങ്ങൾ ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവും, ഒരു ആപ്പിൽ നിന്ന് ലോഗൌട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ ബട്ടൺ തപ്പുന്നത്. ഇതൊക്കെയാണ് ഡാർക്ക് പാറ്റേണുകൾ. നിങ്ങൾ AI സംസാരിക്കുമ്പോൾ അതെപ്പോഴും ഗ്രേറ്റ് ഐഡിയ, അടിപൊളി ചോദ്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പൊക്കി പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങളെ കൂടുതൽ നേരം അവിടെ പിടിച്ചിരുത്താനുള്ളൊരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. ശരിക്കും ഇതൊരു ഡാർക്ക് പാറ്റേൺ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾക്ക് AI വിശ്വാസം കണ്ണടച്ചങ്ങ് കൂടും. ഈ പ്രശ്നം വെറും കുട്ടികളിൽ ഒതുങ്ങുന്നില്ല കേട്ടോ. നമ്മുടെ സഹായത്തിന് വെച്ച കോ-പൈലറ്റ് എപ്പോഴാണ് നമ്മളെ നിയന്ത്രിക്കുന്ന ഓട്ടോ പൈലറ്റായി മാറുന്നത്? ക്ലാസ് റൂമിൽ നിന്ന് ഓഫീസിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആണ്. അടുത്തിടെ 300-ലധികം പ്രൊഫഷണലുകളെ വെച്ച് ഒരു പഠനം നടന്നു. അതിലെ റിസൾട്ട് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. വർഷങ്ങളുടെ എക്സ്പീരിയൻസുള്ള ആളുകൾ പോലും AI ഉപയോഗിക്കുമ്പോൾ തലച്ചോർ അധികം ഉപയോഗിക്കുന്നില്ല. ഈ ചാർട്ടിലെ നമ്പറുകൾ നോക്കിയേ. ഇത് പറയുന്ന കഥ എന്താണെന്നോ? AI ഉപയോഗിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ 70% പ്രൊഫഷണലുകൾക്കും അനലൈസ് ചെയ്യാൻ 65% പേർക്കും ഒരു കാര്യം വിലയിരുത്താൻ 62% പേർക്കും അധികം ചിന്തിക്കേണ്ടി വരുന്നില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. സിമ്പിളായി പറഞ്ഞാൽ ചിന്തയുടെ ഭാരം മുഴുവൻ AIക്ക് കൊടുക്കുകയാണ് നമ്മൾ. ഈ പഠനം നടത്തിയ ആള് പറയുന്നത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. AI ചിലപ്പോൾ തെറ്റായ ഇൻഫർമേഷൻ തന്നേക്കാം, പക്ഷേ അതല്ല ഏറ്റവും വലിയ അപകടം. അതിനേക്കാളൊക്കെ വലിയ പ്രശ്നം ക്രിട്ടിക്കലായി ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവ് ഉപയോഗിക്കാതെ തുരുമ്പെടുത്തു പോകുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് പേടിച്ചിരിക്കുകയല്ല വേണ്ടത്. ഇതിനൊരു സൊല്യൂഷനുണ്ട്. പ്രശ്നത്തിൽ നിന്ന് മാറി ഇതിനെ എങ്ങനെ പ്രൊഡക്റ്റീവായി നേരിടാമെന്ന് നമുക്ക് ചിന്തിക്കാം. പ്രൊഡക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ ക്രിയാത്മകമായ പ്രതിരോധം എന്നാണ് ഈ ആശയത്തിന് പറയുന്നത്. ഇപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന AI അല്ലേ, ആ ഓട്ടോ പൈലറ്റ് മോഡൽ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ ഉത്തരം തന്ന് നമ്മുടെ ചിന്തയെ അങ്ങ് മരവിപ്പിക്കും. പക്ഷേ ഈ പ്രൊഡക്റ്റീവ് റെസിസ്റ്റൻസ് മോഡൽ അങ്ങനെയല്ല. അത് നിങ്ങൾക്ക് നേരിട്ട് ഉത്തരം തരില്ല. പകരം നിങ്ങളോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും, ചിലപ്പോൾ ചെറിയ ഹോംവർക്കൊക്കെ തരും. ചുരുക്കി പറഞ്ഞാൽ അത് നിങ്ങളെക്കൊണ്ട് ചിന്തിപ്പിക്കും. ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് 2 കാര്യങ്ങൾ വേണം. ഒന്ന്, വ്യക്തിപരമായ ഉത്തരവാദിത്തം. അതായത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
2 സിസ്റ്റത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതായത് വിദ്യാഭ്യാസത്തിലും നിയമങ്ങളിലുമൊക്കെ. ഇതിന് നിങ്ങളുടെ മെന്റൽ ഫിറ്റ്നസ് പ്ലാനായിട്ട് കണ്ടാൽ മതി. ഒന്നാമത്തെ കാര്യം, ചിന്തയെ റീപ്ലേസ് ചെയ്യാനല്ല, അതിനെ സഹായിക്കാൻ മാത്രം AI ഉപയോഗിക്കുക. നമ്മൾ ജിമ്മിൽ പോയിട്ട് ഭാരം പൊക്കാൻ ഫോക്ക് ലിഫ്റ്റ് കൊണ്ടുവരില്ലല്ലോ. ആ വ്യായാമം നമ്മൾ തന്നെ ചെയ്യണം. അതുപോലെ ചിന്തയുടെ വ്യായാമം സ്വയം ചെയ്യുക. പിന്നെ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അതിന് ന്യൂട്രീഷൻ ലേബിൾ വായിച്ചു നോക്കില്ലേ? അതുപോലെ AI തരുന്ന ഓരോ വിവരവും ശരിയാണോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുക. അതുപോലെ സിസ്റ്റത്തിലും മാറ്റങ്ങൾ വേണം. ഫിൻലൻഡിലൊക്കെ ചെയ്യുന്നത് പോലെ ചെറിയ ക്ലാസുകൾ മുതൽ കുട്ടികളെ മീഡിയ ലിറ്ററസി, അതായത് വ്യാജ വാർത്തകൾ എങ്ങനെ തിരിച്ചറിയാം എന്നൊക്കെ പഠിപ്പിക്കണം. പിന്നെ AI-യുടെ ഇത്തരം തന്ത്രങ്ങളിൽ പെട്ടുപോകുന്ന സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് കുറച്ചുകൂടി ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരണം. നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. പക്ഷേ ഇത്തവണ നമുക്ക് ആ ചോദ്യത്തെ വേറൊരു രീതിയിൽ നോക്കാം. യഥാർത്ഥത്തിൽ ആരെയാണ് ഈ എളുപ്പവഴികൾ സഹായിക്കുന്നത്? AI-ക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുമോ എന്ന ആ ഒറ്റ ചോദ്യത്തിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മൾ കുറച്ചുകൂടി നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കണം. ഉദാഹരണത്തിന്, എന്ത് പഠിക്കാനാണ് AI നമ്മളെ സഹായിക്കേണ്ടത്? അല്ലെങ്കിൽ എങ്ങനെയാണ് AI നമ്മളെ നല്ല രീതിയിൽ പഠിക്കാൻ സഹായിക്കേണ്ടത്? പിന്നെ ഏറ്റവും പ്രധാനമായി, എന്തിന് AI നമ്മളെ പഠിക്കാൻ സഹായിക്കണം? അപ്പോൾ ഈ വിശകലനം ഞാൻ അവസാനിപ്പിക്കുന്നത് നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. പഠിക്കാനായി നമ്മൾ 100% AI-യെ ആശ്രയിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ യഥാർത്ഥ ഗുണം ആർക്കാണ് കിട്ടുന്നത്? നമുക്കാണോ? അതോ നമ്മളെ അതിനെ അടിമകളാക്കുന്ന ഈ വലിയ ടെക് കമ്പനികൾക്കാണോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം.